ഞാനേ ഒരു സെക്കൻഡ് കേസ് ഒരു സെക്കൻഡ് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ അടുത്ത് ഞാൻ കാട്ടിൽ നിന്ന് 2 കരിമ്പുലികളെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ കരിമ്പുലി ഇപ്പൊ നിങ്ങളോട് സംസാരിക്കും. കരിമ്പുലി ഞാനിവിടെ മടി. എല്ലാവർക്കും നമ്മളാണ് ഇന്ന് വാസുണ്ട് ലൈവ് കണ്ടിന്യൂ. ഇതോടെ വാസുടെ ലൈവ് എൻഡ് ചെയ്യാണ്. ഞെക്കല്ല ദേവി, ഒന്നിലും ഞെക്കല്ല ദേവി. എന്തിനാ അതിലൊക്കെ ഞെക്കുന്നത്? വെറുതെ സംസാരിക്കാൻ എന്തിനാ അതിലൊക്കെ ഞെക്കുന്നത്? അല്ല, അത് മൗസ് കയ്യിലുണ്ടെങ്കിൽ സംസാരിക്കാൻ. കണ്ണാപ്പിക്ക് സർജറിയാണ് ഒരു മൂലക്കുരുവിന്റെ. ഉടനെ ഉണ്ടാവും. ഇനാക്റ്റീവ് ആയിരിക്കും. ഇവിടെ നിങ്ങളാണ് കണ്ടിന്യൂ എന്ന് പറഞ്ഞപ്പോ ബായി ആയി എല്ലായിടും. നീ പറയണ നമ്മുടെ ഓഡിയൻസ് അല്ലാടാ, പറയടാ. ഇനി അങ്ങോട്ട് കുറച്ചാളത്തേക്ക് ഇനാക്റ്റീവ് ആയിരിക്കില്ല. ഇനാക്റ്റീവ് ആയിരിക്കില്ല, നല്ല ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് ഇനി അങ്ങോട്ട് കുറച്ചാള് ഇനാക്റ്റീവ് ആണ്. അപ്പം വേറെ നല്ല 7-ാം തീയതി എന്റെ സർജറിയാണ്. തോളത്തൊട്ട് കരുത് കരാ. സ്കാനർ വെക്കണോ? സ്കാനർ വെക്കട്ടെ. അപ്പൊ കുറച്ചാളത്തേക്ക് ഇനി കാണത്തില്ല. ഇപ്പം ലൈവ് ഒന്നും കാണത്തില്ല. സർജറി ഒക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് എത്ര നാള് റെസ്റ്റ്? സർജറി കേസ് കണ്ണിനാണ് സർജറി. അപ്പം ഇനി തിരുമി ഇവന്റെ എന്താ കോർണിയ പോയി. കോർണിയക്ക് ബലശീനം ഇല്ലാതായി. സീരിയസ് ആയിരുന്നു. നീ ആരോ കുഴപ്പമില്ല, നല്ലതായിട്ടുണ്ട്. പാടി കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ രാവിലെ എണീറ്റ് വന്നിട്ട് ഈ കണ്ണിങ്ങിട്ട് തിരുമായിരുന്നു. നമ്മളിങ്ങനെ തിരുമായിരുന്നു. കോർണിയയില് ഡാമേജ് ആയി. കോർണിയയുടെ സ്ട്രെങ്ത് കുറഞ്ഞ കേസ്. അപ്പം ഇനിയും സർജറിയാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു സെക്കൻഡാ, സോറിടാ, ഞാനത് പെട്ടെന്ന് MRX ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദി മെമ്പർഷിപ്പ്. അല്ല എന്റെ കാര്യം എനിക്ക് നോക്കണല്ലോ. അപ്പൊ സർജറിയാണ് 7-ാം തീയതി വരെ ഞാൻ ലൈവ്. 6-ാം തീയതി വരെ ലൈവ് കാണും. 6-ാം തീയതി കഴിഞ്ഞ് ഞാൻ ലൈവ് കാണത്തില്ല. സർജറിയിൽ പിന്നെ കിടപ്പായിരിക്കും. സ്ക്രീൻ ടൈം ഒന്നും ഇല്ല. പിന്നെ എനിക്ക് നാളെ ഇൻസ്റ്റാഗ്രാമിൽ കുണ്ണേ തന്നെ മെസ്സേജ് അയച്ചാൽ പോലും എനിക്ക് കാണാൻ പറ്റില്ല. കണ്ടൂടാ, സ്ക്രീൻ ടൈം ഇല്ല. എന്റെ എന്ത് ചീത്ത വിളിച്ചാലും നിങ്ങള് ഞാൻ കാണൂല. ഹോസ്പിറ്റലിലെ അഹല്യാണ്. നാളെ എല്ലാരും കൂടെ കൊണ്ട് വരും. എല്ലാരും ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആരും വന്നില്ല, എനിക്ക് ഫീൽ ആവും. കാണാൻ പറ്റുമോ? ഏത് ഹോസ്പിറ്റലാണ്? വീട്ടിൽ വന്നോ? റാസ്ബെറി അങ്ങനത്തെ ബെറീസ് കഴിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഇതോടെ തീർന്നു കഴിഞ്ഞാണ് ജീവന് വലിയ സർജറി കണ്ണാപ്പിടി ഏറ്റവും വലിയ പേടി എന്താണെന്നറിയോ? സർജറി ഇനിയിപ്പോ അത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അവന് നാടൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അണ്ണനെ പോലും കാണാൻ പറ്റില്ല. അണ്ണ ഒരു ബിയർ അടിക്കണമെങ്കിൽ പോലും അണ്ണ ചുണ്ടിക്കൊണ്ട് കഴിച്ചാണ്. സ്കാനർ വെക്കണം. അടുത്ത പാട്ടായി റൊമാൻറ്റിക് ആയി പേടിക്കണ്ട. അതിപ്പോ ഞാൻ പോവാണ്. ശരി. എപ്പോ പോണേ? ഇറങ്ങുവാണോ? ഓക്കെ. അപ്പൊ ശരിടാ, പോയിട്ടോ. അടങ്ങിയിരിക്കണേ. അറിയിക്കുന്നൊക്കെ ഇട്ട് ഞാൻ ചത്തുപോയോണ. അറിയിക്കുന്നൊക്കെ ഇടുന്നു. ലിപ്ലോക്ക് അടിച്ചു തന്നെ. തെളിവിച്ച പോലെ ഞാൻ കാണൂല. കാണണ്ട, പോ, എവിടെയെങ്കിലും പോ. എടാ അടങ്ങിയില്ലടാ, ലൈവ് ഇടട്ടാ. ലൈവ് ചെയ്തു. നമ്മള് ശല്യം ഒന്നും ഉണ്ടാക്കൂല. പോ.
സ്റ്റാർട്ട്. അടങ്ങിയിടാ അടങ്ങിയിട ദേഹത്ത് വേനാടാ അടങ്ങിയിടാ പോടാ ചെല്ല് ഞാൻ ലൈവ് ഇടട്ടെ ഗൈസ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. പോടാ ഇവിടെ എന്താണ് കണ്ണാപ്പി ഇതിലേക്ക് അടങ്ങിയിടാ പോടാ. നമ്മള് പോവാണ്. ആ പോട്ടെ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. എന്റെ കണ്ണിൽ ലേസറൊക്കെ അടിക്കുമ്പോ പ്രാർത്ഥിക്കോ? ഉറപ്പായിട്ടും എന്നാ വാറൊന്നും കളിക്കാൻ പറ്റില്ലണ. അപ്പൊ ഗ്രൈൻഡിങ് മണി തരണ്ടല്ലോ. നല്ല പ്ലേയേഴ്സ് ഗ്രൈൻഡിങ് മണി തരണ്ടല്ലോ. അയ്യോ കണ്ണ് കുഴപ്പമില്ല. എന്നാ 5 മാസം ഇതെടുക്ക്. ഹാരിസാന്റെ ബ്രോ താങ്ക് യു സോ മച്ച് 10 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. നമ്മുടെ ആളാ നമ്മുടെ മോഡറേറ്ററാ. നമ്മള് പറഞ്ഞു വിട്ടിയെന്ന് നമ്മള് പറഞ്ഞിട്ട് ശരി താങ്ക് യൂടാ. നന്ദി ഉണ്ടാ ഹാരിസാന്റെ ബ്രോ താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട് ബ്രോ താങ്ക് യു. ഇന്നേക്ക് ഒരു കുടി ഇന്നേക്ക് ഒരു പിടി. ഞാൻ കമ്മീഷൻ അയച്ചു തന്നേക്കാം. ഓക്കെ ചെല തിരിച്ചെങ്ങനെ പോകടാ പോയേ? എങ്ങനെ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞാൽ അതേപോലെ പോയാൽ മതി. എന്റെ 5 പൈസ ഇല്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെയാടാ. ഷർട്ട് ഒന്നും ഇല്ലാണേടാ, അഴുക്കായാണ് ഷർട്ട്. കടയിൽ നിന്ന് പോയി മേടിക്കും പൈസ ഉണ്ടാക്കിയിട്ട്. എന്റെ എടുത്തോണ്ട് പോലടാ. ആകെ 3-4 ഉള്ളടാ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. എന്തൊരു വാണങ്ങളാ കൈസി. എടാ വിനീത് ഒന്ന് ഇറക്കി വിടറാ ഇവനെയൊക്കെ ഒന്ന്. എനിക്ക് ഹുഡി ഒന്നും. എടാ അവിടെ വെക്കടാ. അതൊക്കെ എന്റെ പുതിയ ഹുഡിയാടാ. നമുക്ക് ഡ്രസ് ഇല്ലാത്തോണ്ടല്ലേടാ പോയേ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ പോയി. നിന്റെ സൈസുള്ള 10 പേർക്ക് കയറാ അതിനകത്ത്. നീ അത് എന്തിനാ എടുക്കണത്? എനിക്ക് തരുവാണ് പ്ലീസ് അണ്ണാ. അണ്ണാ സർജറി ഒക്കെ ഉണ്ടല്ലോ, ആഗ്രഹമല്ലേ അണ്ണാ. ഷർട്ട് ഇട്ടോ താങ്ക് യു അണ്ണാ. ചേരുന്നുണ്ടോ അണ്ണാ? ജാക്ക് ആൻഡ് ജോൺസിന്റെ ഷർട്ടാ. പോട്ടെ. ആ പോ എല്ലാരും ചേരുന്നുണ്ടോ? ഇത് കൊള്ളാൻ കേട്ടാ ജാക്ക് ആൻഡ് ജോൺസ്. പോട്ടെ. അവള് വരുന്നുണ്ടേ. ചേച്ചി എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. അതൊക്കെ ഭയങ്കര മോശം. അതൊക്കെ